ഹായ് കൂട്ടുകാരെ, തിരുപ്പതി പോയ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. പോയ അമ്പലങ്ങളുടെ ഒരു വീഡിയോയും എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതൊക്കെ ഞാൻ വേറെ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമയം പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോസ് ഇടാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഇനിയിപ്പം വീടെത്തണമെങ്കിൽ നേരം വെളുക്കും. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളും പിന്നെ തിരുത്തണി എന്ന് പറയുന്ന ഒരു മുരുകൻ്റെ ടെമ്പിളും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഗോൾഡൻ ടെമ്പിൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ക്ലോസ് ആയിരുന്നു. 9 മണി വരെ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം അതും മിസ്സായിപ്പോയി. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. തീറ്റ എല്ലാവരുടെ കയ്യിലുള്ള അച്ചപ്പവും കുഴലപ്പവും മാങ്ങയും. ഇപ്പം മാങ്ങ സീസണല്ലേ, അപ്പോൾ ഇഷ്ടം കൂട്ട് മാങ്ങയും അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാനായിട്ട് കിട്ടി. നല്ല രുചിയായിരുന്നു എല്ലാത്തിനും. മാങ്ങയൊക്കെ ആണെങ്കിൽ മുളകും ഉപ്പും ഒക്കെ തിരുമ്മി എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഒത്തിങ്ങനെയൊക്കെ കഴിക്കുമ്പോഴും ഇപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഓരോ സന്തോഷം. ഇത് തിരുത്തണി എന്നാണ് മുരുകൻ്റെ ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ആ വ്യൂ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വൈകുന്നേര സമയമായി. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ താഴോട്ട് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ പാലക്കാടോട്ട് വിടുവാണ്. ഇതൊരു തീർത്ഥാടനമായതുകൊണ്ട് കൂടുതൽ ഒന്നും ഇല്ല. ഇതൊരു ബസ് സ്റ്റാൻഡാണേ. എനിക്കറിയത്തില്ല ഇത്ര നല്ലൊരു ബസ് സ്റ്റാൻഡ്. പിന്നെ തിരിച്ചു വരുന്നതിൻ്റെ ഒരു ആഘോഷ പ്രകടനങ്ങളും ഒക്കെ ആയിരുന്നു ബസ്സിനുള്ളിൽ. ഇനി അമ്മമാരുടെ കൂടെ ഒരു യാത്ര, അതെന്ത് രസമാണെന്നറിയോ. നമ്മൾ ഫ്രണ്ട്സിനൊപ്പം പോകുന്ന പോലെ തന്നെ അവരുടെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോഴും അവരുടെ കൂടെ കുറച്ച് സമയം നമുക്ക് എങ്ങനെയെങ്കിലും ചിലവഴിക്കാൻ പറ്റുന്നതും ഒക്കെ വളരെ സന്തോഷം. മണിക്കൂട്ടിന് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരുമായിട്ട് കമ്പനിയായിരുന്നു. കാരണം ഒരു കുഞ്ഞായിട്ട് ഞങ്ങളുടെ കൊച്ചു മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന്മാരും അങ്ങനെയൊക്കെയായിരുന്നു. പിള്ളേരായിട്ട് ആരും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ വന്നിട്ടാണ് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ. പിന്നെ നേരം വെളുത്ത് കല്ലേരിയൊക്കെ എത്തുന്നതിന് മുന്നേ ഉള്ള ചാട്ടമാണ് ഈ കാണുന്നത്. അവിടെ ചെന്നിട്ട് കാറി കൂവണം. ഇതുപോലൊരു കല്ലേരി ടൂർ ആരും കണ്ടിട്ടില്ല എന്നുള്ള ഇതിലാണ് ഞങ്ങളൊക്കെ പോയിട്ട് വരുന്നത്. പിന്നെ അച്ഛൻ്റെയും ഇത് നമ്മുടെ മെമ്പറാണ്. കണ്ടോ, മെമ്പറിൻ്റെയൊക്കെ ആ സന്തോഷം കണ്ടില്ലേ, ആ മുഖത്തെ തെളിച്ചം കണ്ടില്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, മനസ്സിനൊരു നല്ല കുളിർമയുണ്ട്. വീട്ടിലെ പണികളും ഇതിപ്പം ഇത് കഴിഞ്ഞ് ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ ഇതൊക്കെ. ഒരു ദിവസം മതിമറന്ന് ഒന്ന് കളിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരും ഒത്ത് ഇതൊക്കെയുള്ള സന്തോഷം പിന്നീട് നോക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വിട്ടാലും എനിക്ക് പിന്നീട് എപ്പോഴേലും ഒക്കെ ഇരുന്ന് കാണാമല്ലോ. അതവിടെ കിടന്നോളുമല്ലോ, എങ്ങോട്ടും ആരും കൊണ്ടുപോയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പിന്നീട് എടുത്ത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞങ്ങളിന്ന് തിരുപ്പതി പോയ ടൂറ് എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ച് കാണാനായിട്ട് വളരെ സന്തോഷമാണ്. അവസാനമായപ്പോൾ ഞാനും മെല്ലെ അങ്ങോട്ട് ഇറങ്ങി. ചുമ്മാ എല്ലാവരും പിടിച്ച് ഇറക്കിയപ്പോൾ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങി ഞാനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ഭയങ്കര ഉത്സാഹമായി. എന്താ ചട്ടം, ഒരു സന്തോഷം കണ്ടോ. ഇവരുടെയൊക്കെ മുഖത്തെ സന്തോഷം കാണാനാണ് എനിക്കിഷ്ടം. ഞാനായാലും എൻ്റെ കൂടെ ഏട്ടനായാലും ഇതൊക്കെ കാണുമ്പോഴത്തേനാണ് ഒരു സന്തോഷം ഞങ്ങൾക്ക്. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ഉള്ള ഒരു അങ്ങനെ എനിക്കിഷ്ടമില്ല. ഈ അച്ഛനെയും അമ്മയും എല്ലാവരെയും കൂട്ടി ടൂർ പോകാനായിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. കാരണം നമ്മൾ ടൂർ പോയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് വരുമ്പോഴത്തേന് അവർ വീട്ടിൽ വേറെ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി പോകാനായിട്ടാണ് എനിക്ക് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനല്ല, പക്ഷെ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അടിച്ചുപൊളി കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്ലേരിയിൽ എത്താറായി. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഞങ്ങളുടെ തിരുപ്പതി പോയ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ലേരിയിൽ നിന്ന്
തീർത്ഥാടനത്തിനും അല്ലാതെയും ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെ ടൂറ് പോകുന്നതും എല്ലാവരുടെയും നാട്ടുകാരുടെ ആയാലും എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ ഭാഗമാണ് ഇതൊക്കെ. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട് കോട്ടയത്താണ്. അവിടെ ആയാലും ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാനങ്ങനെയൊന്നും പോയിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒത്തൊരുമ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നതും എല്ലാവരുടെയും. ഒരുപാട് സങ്കടങ്ങൾ എല്ലാത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന അമ്മമാരൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത്. പക്ഷേ ഒരു നിമിഷം അതൊക്കെ അങ്ങ് മറന്ന് എല്ലാവരുടെയും ഒപ്പം ഈ കൈകൊട്ടി ചിരിച്ച് ആർത്തുല്ലസിക്കുമ്പോൾ ആ ഒരു നിമിഷമെങ്കിലും എല്ലാം മറന്നിട്ടല്ലേ അവരവിടെ നിൽക്കുന്നത്. വീട്ടിൽ ചെന്നിട്ടുള്ള പാത്രം കഴുക്ക്, ആ കഴുക്ക്, ഈ കഴുക്ക്, ഇനി എന്ന് വേണ്ട പരിപാടികളെല്ലാം തീർക്കാനുണ്ടാവും എല്ലാവർക്കും. എന്നാലും അതൊക്കെ മറന്ന് ഒരു നിമിഷമെങ്കിലും സന്തോഷിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ വേണം എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങോട്ടേലൊക്കെ പോവുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ടല്ല, അവനവൻ്റെ സന്തോഷം അവനവൻ തന്നെ കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും പോവുക. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഫോട്ടോസ് പോലും എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല, ഫോൺ കിട്ടിയില്ല, അതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ എൻ്റെ സന്തോഷമാണ്. നിങ്ങൾ സന്തോഷമല്ലേ? അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.